ഹായ് ഡിയേഴ്സ്, ഇന്ന് നമ്മൾ മലർവാഴി ലിറ്റിൽ സ്കോളർ ക്വിസിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് കേട്ടോ പഠിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. കേരളത്തിലെ ആദ്യ ഓപ്പൺ യൂണിവേഴ്സിറ്റിക്ക് സാമൂഹ്യ പരിഷ്കർത്താവായ ശ്രീനാരായണ ഗുരുവിൻ്റെ പേരാണ് നൽകിയിട്ടുള്ളത്. എന്നാൽ ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ സർവകലാശാലയ്ക്ക് ഏത് ദേശീയ നേതാവിൻ്റെ പേരാണ് നൽകിയത്? ആൻസർ ഡോക്ടർ BR അംബേദ്കർ. കേരളത്തിലെ ഏറ്റവും വലുതും ആദ്യത്തേതുമായ വന്യജീവി സങ്കേതമാണ് പെരിയാർ വന്യജീവി സങ്കേതം. ഇത് എന്നാണ് നിലവിൽ വന്നത്? ആൻസർ 1936. 1950 പെരിയാർ വന്യജീവി സങ്കേതത്തിന് പെരിയാർ വന്യജീവി സങ്കേതം എന്ന പേര് നൽകപ്പെട്ടത്. അതിൻ്റെ ആദ്യ പേര് എന്തായിരുന്നു? ഉത്തരം നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി. 1936 ഇത് നിലവിൽ വരുമ്പോൾ അതിൻ്റെ പേര് നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി എന്നായിരുന്നു. പിന്നീട് 50 പെരിയാർ വന്യജീവി സങ്കേതം എന്ന് പേര് നൽകിയിട്ടുള്ളത്. ഇനി മറ്റൊരു പേരും കൂടിയുണ്ട്. എന്താണ്? തേക്കടി വന്യജീവി സങ്കേതം. ഇവിടുത്തെ സംരക്ഷിത മൃഗം കടുവയാണ്. സമയം ഏറ്റവും കൃത്യമായി അളക്കുന്ന ഉപകരണം ഏതാണ്? ആൻസർ ആറ്റോമിക് ക്ലോക്ക്. ഏറ്റവും മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് സംസ്ഥാന സർക്കാർ നൽകുന്ന പുരസ്കാരം ഏതാണ്? സ്വരാജ് ട്രോഫി. നാണയങ്ങളെയും കറൻസികളെയും പറ്റി പഠിക്കുന്ന ശാസ്ത്രശാഖ ഏതാണ്? ന്യൂമിസ്മാറ്റിക്സ്. 2024 വയലാർ അവാർഡ് ലഭിച്ചതാർക്ക്? അശോകൻ ചരുവിൽ. 48ാമത് വയലാർ അവാർഡാണ്. കൃതി കാർട്ടൂർ കടവ്. 2024 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചതാർക്കാണ്? ആൻസർ K. അരവിന്ദാക്ഷൻ. കോബ എന്ന കൃതിക്കാണ്. ഹരിവരാസന പുരസ്കാരം 2025 പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2025 ഹരിവരാസന പുരസ്കാരം ലഭിച്ചതാർക്കാണ്? ആൻസർ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. 2024 ലഭിച്ചത് വീരമണിദാസൻ. 2024 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചതാർക്കാണ്? ആൻസർ ഹാൻകാങ്. അടുത്തത് 2024 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയതാരാണ്? ആൻസർ NS മാധവൻ. 32ാമത്തെ അവാർഡാണ് കേട്ടോ. അതിലെ ഏറ്റവും ഉയർന്ന സാഹിത്യത്തിനുള്ള പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം. ഒക്കെ മക്കൾക്കറിയാലോ അല്ലേ? മലയാള ഭാഷയുടെ പിതാവാണ്. മലയാള സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ തിരൂരാണ് അല്ലേ? ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി ഏത് ജില്ലയിലാണ്? ആൻസർ കൊല്ലം ജില്ലയിൽ. കേരളത്തിലെ ഇപ്പോഴത്തെ ഗവർണർ ആര്? രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. ഇപ്പോഴത്തെ റിസർവ് ബാങ്ക് ഗവർണർ ആര്? ആൻസർ സഞ്ജയ് മൽഹോത്ര. കേരളത്തിലെ ഏത് ജില്ലയെയാണ് അതിദാരിദ്ര്യരഹിത ജില്ലയായി പ്രഖ്യാപിച്ചത്? കോട്ടയം. 2025 മരണാനന്തര ബഹുമതിയായി പത്മവിഭൂഷൺ നേടിയത് ആരാണ്? MT വാസുദേവൻ നായർ. അദ്ദേഹം 2024 ഡിസംബർ 25 അന്തരിച്ചത്. MT വാസുദേവൻ നായർ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനെക്കുറിച്ചൊരു വീഡിയോ നൽകിയിട്ടുണ്ട്. മക്കൾക്ക് എല്ലാ ക്വിസിനും ഉപകാരപ്പെടുന്ന ചോദ്യങ്ങളായിരിക്കും. അതും കൂടി പോയി കാണാം കേട്ടോ. കേരള സംസ്ഥാന വൈദ്യുതി വകുപ്പ് മന്ത്രി ആരാണ്? ആൻസർ K. കൃഷ്ണൻകുട്ടി. കായിക വകുപ്പ് മന്ത്രി V. അബ്ദുറഹിമാൻ. ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ. മന്ത്രിമാരെ കുറിച്ചുള്ള ഒരു PDF ഗ്രൂപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. മക്കളതൊക്കെ എഴുതിയെടുത്ത് പഠിക്കണം കേട്ടോ. നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് എല്ലാ ക്വിസിനും ഉപകാരപ്പെടും. രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിൻ്റെ പുതിയ പേരെന്ത്? ആൻസർ ഗണതന്ത്ര മണ്ഡപം. ഓക്കെ, എൻ്റെ മക്കളെല്ലാവരും നന്നായിട്ട് പഠിക്കുക. കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുള്ള ക്ലാസ്സുകളൊക്കെ നൽകിയിട്ടുണ്ട് കേട്ടോ. തുടർന്നുള്ള ക്വിസ് വീഡിയോസും LSS ക്ലാസ്സുകളും ലഭിക്കാൻ വേണ്ടിയിട്ട് എല്ലാ മക്കളും സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.